Hi everyone. Third semester Malayalam multidisciplinary course for languages, humanities and other BA programs. കേരള സമൂഹവും സാംസ്കാരിക പാരമ്പര്യവും അഥവാ കേരള സൊസൈറ്റി ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ് എന്ന ടെക്സ്റ്റ് ബുക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. MDC ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ കേരളത്തിൻ്റെ സമൂഹത്തിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള പാരമ്പര്യം, കൾച്ചറൽ ട്രഡീഷൻസ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. ഇതിൽ കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിലെ ഭൂപ്രകൃതി, മറ്റനവധി കാര്യങ്ങൾ, നമ്മുടെ കൾച്ചർ, ഇവിടെയുള്ള മതങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് MDCയിൽ പഠിക്കാനുള്ളത്. ഇതിൽ 4 മൊഡ്യൂളുകളാണ്, എല്ലാ പുസ്തകങ്ങളെയും പോലെ തന്നെ 4 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ മൊഡ്യൂൾ 1 കേരളത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രോ എന്ന് പറയാം, അതാണ് ആദ്യം വരുന്നത്. അതായത് കേരളം, ദേശം, ഭാഷ, സംസ്കാരം, ഇതാണ് മൊഡ്യൂൾ 1. അതിൽ ആദ്യത്തേത് കേരളത്തിനെ കുറിച്ചിട്ടുള്ള അടിസ്ഥാന ധാരണകളാണ്. കേരളം, അടിസ്ഥാന ധാരണകൾ. രണ്ടാമത്തേത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞ KN ഗണേഷിൻ്റെ ഒരു കൃതിയാണ്. സംഘകാല ജീവിതവും സംസ്കാരവുമാണ് മൂന്നാമത്. വാമൊഴി പാരമ്പര്യം, നാടൻ പാട്ടുകൾ, മുണ്ടകൻ പാടത്തെ നാഥൻ കുഞ്ഞ് എന്നൊരു കൃതി, പ്രാചീന കേരളവും വിദേശ ബന്ധങ്ങളും, കേരളവും പ്രവാസവും, പത്തേമാരി എന്ന സിനിമ. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 വരുന്നത്. മൊഡ്യൂൾ 1 ആദ്യത്തെ ഭാഗമായിട്ടുള്ള കേരളം അടിസ്ഥാന ധാരണകൾ, കേരളത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് നോളജ് അഥവാ കേരളത്തിൻ്റെ ഒരു അടിസ്ഥാന ധാരണകളിലേക്ക് കടക്കാം. കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണകളിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറേ അറ്റത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. 1956 നവംബർ 1 കേരളം ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. അതുവരയ്ക്കും കേരളം കൊച്ചി, തിരുവിതാംകൂർ, മലബാർ തുടങ്ങി നാട്ടുരാജ്യങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത്. ആകെ 14 ജില്ലകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം. കേരളത്തിലെ ജനസംഖ്യയാണ് അടുത്തത്. കേരളത്തിൻ്റെ ജനസംഖ്യ കണക്കാക്കുമ്പോൾ 3,51,56,007 കേരളത്തിലെ ജനസംഖ്യ. മലയാളമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന, ബൗദ്ധ മതങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട്. ഇന്ത്യയിൽ സാക്ഷരത, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിനെ കുറിച്ചിട്ടുള്ള അടിസ്ഥാന ധാരണകളിൽ ഒരു പാരഗ്രാഫ് രീതിയിൽ പറയുകയാണെങ്കിൽ, ഒക്കെ കൂടി എടുത്ത് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. കേരളത്തിലെ ജനസംഖ്യ, കേരളം എന്നാണ് നിലവിൽ വന്നത്? 1956 നവംബർ 1 നിലവിൽ വന്നത്. ജനസംഖ്യ, എത്ര ചതുരശ്ര കിലോമീറ്റർ, എത്ര ജില്ലകളുണ്ട്, ഏതൊക്കെ മതങ്ങളുണ്ട്, അതുപോലെ എന്താണ് ഔദ്യോഗിക ഭാഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലേക്ക് പോവാം. കിഴക്ക് പശ്ചിമഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് തുടങ്ങുന്നത്. കിഴക്ക് പശ്ചിമഘട്ടത്തിൽ തുടങ്ങി പടിഞ്ഞാറ് അറബിക്കടൽ വരെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളത്തിനുള്ളത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പ്രധാനമായും നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇങ്ങനെയാണ് 3ആയി തരംതിരിച്ചിരിക്കുന്നത്. മലനാടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് മലനാട് വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മുകളിലേക്ക് നോക്കുകയാണ്, അതായത് മുകളിലെ ഏരിയകൾ. 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേരളത്തിൻ്റെ 48% മലനാടാണ്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ വിസ്തൃതിയിൽ 48% വരുന്നത് മലനാടായിട്ടാണ്. ഇടനാട് എന്ന് പറയുന്നത് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട്. ചുവന്ന മണ്ണാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. ഒപ്പം തന്നെ നെൽകൃഷിക്ക് വളരെ യോജിച്ച മണ്ണാണ് ഈ മണ്ണ് എന്ന് പറയുന്നത്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന ചുവന്ന മണ്ണാണ്, നെൽകൃഷിക്ക് യോജിച്ച മണ്ണാണ്. തീരപ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾ 7.5 മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. തീരപ്രദേശത്ത് നമുക്കറിയാം കടൽ തീരങ്ങൾ, ആ വക ഏരിയകളൊക്കെ വരുന്നത് അവിടെയാണ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ തീരപ്രദേശത്താണുള്ളത്. കൊച്ചി, ആലപ്പുഴ എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. പിന്നെ പുരാതന കാലം മുതൽക്ക് കടലുമായി ബന്ധപ്പെട്ട വ്യാപാരം മൂലം വന്ന പ്രത്യേകതയാണ് ഇത്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം വഹിക്കുന്ന പങ്ക് വളരെ നിർണായകവുമാണ്.
അപ്പോൾ ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളത് മലനാട്, 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള ചുവന്ന മണ്ണുള്ള പ്രദേശമാണ്, നെൽകൃഷിക്ക് യോജിച്ച പ്രദേശമാണ് ഇടനാട്. 7.5 മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശങ്ങളാണ്, കൊച്ചി ആലപ്പുഴ പോലുള്ള പ്രദേശങ്ങളാണ് തീരദേശത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. പുരാതന കാലം മുതൽക്കുള്ള കടലുമായിട്ടുള്ള വ്യാപാരങ്ങൾക്ക് തീരപ്രദേശമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഭാഗത്ത് വരുന്നത്. പശ്ചിമഘട്ടത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പശ്ചിമഘട്ട മലനിരകൾ തെക്ക് മുതൽ വടക്ക് വരെ ഇടവില്ലാതെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മലനിരയാണ് ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകൾ. കേരളത്തിൻ്റെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും പശ്ചിമഘട്ട മലനിരകളാണ്. ഒരു പ്രകൃതി നിർമ്മിത മതിൽ പോലെയാണ് ഈ മലനിരകൾ പ്രവർത്തിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വാളയാറിൽ ഈ പശ്ചിമഘട്ടം മുറിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിൽ ഇത്ര ചൂടുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. വാളയാർ ചുരം എന്ന ഈ ചുരം ഉള്ളതിനാലാണ് പാലക്കാട് ജില്ലയിൽ മാത്രം മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വരണ്ട കാലാവസ്ഥയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും പാലക്കാടാണ് ഏറ്റവും ചൂട് കൂടിയ പ്രദേശം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. കേരളത്തിൽ 580 കിലോമീറ്ററാണ് തീരപ്രദേശം നീണ്ടു കിടക്കുന്നത്. ഇതിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ഈ 5 ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും, അതായത് ബാക്കി 9 ജില്ലകളിലും അറബിക്കടൽ സ്പർശിക്കുന്നുണ്ട്. ഈ 5 ജില്ലകളിലും അറബിക്കടൽ സ്പർശിക്കുന്നില്ല. ഇത്രയും കാര്യം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെ ജില്ലകളിലാണ് അറബിക്കടൽ സ്പർശിക്കാത്തത്, ഏതൊക്കെ ജില്ലകളിലാണ് അറബിക്കടൽ സ്പർശിക്കാത്തത് എന്നുള്ളത്. ഈ 5 ജില്ലകൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് തുടങ്ങിയ 5 ജില്ലകളിൽ ഒഴികെ ബാക്കി ജില്ലകളിലെല്ലാം അറബിക്കടൽ സ്പർശിക്കുന്നുണ്ട്. ഇനി നമുക്ക് കായലുകളെക്കുറിച്ച് നോക്കാം. കായലുകളെക്കുറിച്ച് നോക്കുമ്പോൾ കടലുമായി ബന്ധപ്പെട്ട ജലാശയങ്ങളാണ് കായലുകൾ. 34 കായലുകളാണ് കേരളത്തിലുള്ളത്. ഇതിൽ 27 എണ്ണം കടലുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ്. കായലുകൾ ബന്ധിപ്പിക്കുന്ന 448 കിലോമീറ്റർ നീളം വരുന്ന ഉൾനാടൻ ജലപാതകൾ ഉണ്ട്. മിക്ക കായലുകളിലും 24 മണിക്കൂറിൽ 2 പ്രാവശ്യം വീതം വേലിയേറ്റവും വേലിയിറക്കവും അനുഭവപ്പെടുന്നുണ്ട്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകൾ താഴെ പറയുന്നവയാണ്. വേളിക്കായൽ, അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, കൊടുങ്ങല്ലൂർ കായൽ, കഠിനകുളം കായൽ, അഞ്ചുതെങ്ങ് കായൽ, ഇടവ, നടയറ കായലുകൾ, പരവൂർ കായൽ, പൊന്നാനി കായൽ, കടലുണ്ടി. ഇതിൽ അഷ്ടമുടി കായൽ അതേപോലെ വേമ്പനാട്ട് കായലിനെ കുറിച്ചിട്ടൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് അഷ്ടമുടി കായലും വേമ്പനാട്ട് കായലൊക്കെ കേട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ള കായലുകളാണ് അധികം കേട്ട് പരിചയമില്ലാത്തത്. ഇതുകൂടാതെ നിരവധി ശുദ്ധജല കായലുകളുമുണ്ട് കേരളത്തിൽ. നമ്മൾ വിചാരിക്കും ഉപ്പുജലമുള്ള കായൽ മാത്രമാണുള്ളൂ. അല്ല, ശുദ്ധജല കായലുകളുമുണ്ട് കേരളത്തിൽ. തൃശ്ശൂർ ജില്ലയിലെ ഏനാമാക്കൽ, മനക്കൊടി എന്നിവയൊക്കെ ശുദ്ധജല തടാകങ്ങളാണ്. ഇരിങ്ങാലക്കുടയിലെ മറ്റൊരു കായലായ മുരിയാട് എന്ന് പറയുന്ന ഒരു കായലുണ്ട്. അത് ഈ അടുത്ത കാലത്തായി ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ കുമ്പള, ബേക്കൽ എന്നിവിടങ്ങളിലും കായലുകളുണ്ട്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അതൊരു വൺ വേർഡായിട്ട് അങ്ങനെ ചോദിച്ചുകൂടായികയില്ല. അതുകൊണ്ട് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത്. 3.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് ഈ തടാകത്തിനുള്ളത്. ഏറ്റവും കൂടിയ ആഴം 14 മീറ്ററാണ്. അപ്പോൾ കേരളത്തിൽ ഉപ്പുജലം അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട ജലാശയങ്ങളായിട്ടുള്ള കായലുകൾ, ഉപ്പുജലം കലർന്നവയുമുണ്ട്, അല്ല ശുദ്ധജലമായിട്ടുള്ള ശുദ്ധജല കായലുകളുമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കായലിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇനി നദികളുടെ കാര്യമാണ് അടുത്തത് നോക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിൽ 41 എണ്ണം സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ബാക്കി 3 എണ്ണം ഉണ്ടല്ലോ, ആ 3 എണ്ണം കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പം 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. പക്ഷെ 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. ഇങ്ങനെയാണ് കേരളത്തിൽ 44 നദികളുണ്ടെന്ന് പറയുന്നത്. കേരളത്തിലെ നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു എന്ന കാരണത്താൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ നദികളെ അപേക്ഷിച്ച് നീളം കുറവാണ്. അപ്പോൾ നമുക്കിവിടെ അറബിക്കടൽ അങ്ങനെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ നദികളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിലുള്ള നദികൾക്ക് നീളം കുറവാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് നമ്മുടെ കേരളത്തിലെ നദികൾ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് നോക്കാം. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി പെരിയാറാണ്. 2ാം സ്ഥാനത്തുള്ളത് ഭാരതപ്പുഴയാണ്. 3ാം സ്ഥാനത്തുള്ളത് പമ്പയാറാണ്.
ഈ 3 നദികളാണ്. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ നദിയാണ്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 2ാം സ്ഥാനത്ത് ഭാരതപ്പുഴ, 3ാം സ്ഥാനത്ത് പമ്പയാറാണ്. 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള 11 നദികളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് 244 കിലോമീറ്റർ നീളമുള്ള നദിയാണ് പെരിയാർ നദി. പിന്നെ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള 11 നദികൾ വേറെയുമുണ്ട്. ഇനി നമുക്ക് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ പേരുകളൊന്ന് വേഗം കേൾക്കാം. നെയ്യാർ, കരമനയാർ, മാമം നദി, വാമനപുരം നദി, ഇത്തിക്കരയാറ്, അയിരൂർ പുഴ, കല്ലടയാർ, പള്ളിക്കലാറ്, അച്ചൻകോവിലാറ്, പമ്പ, മണിമലയാറ്, മീനച്ചിലാറ്, മൂവാറ്റുപുഴ, പെരിയാർ, ചാലക്കുടി പുഴ, കരുവന്നൂർ പുഴ, പുഴയ്ക്കൽ പുഴ, കീച്ചേരി പുഴ, ഭാരതപ്പുഴ, തിരൂർ പുഴ, കടലുണ്ടി പുഴ അഥവാ കരിമ്പുഴ, ചാലിയാർ അഥവാ ബേപ്പൂർ പുഴ, കല്ലായി പുഴ, കോരപ്പുഴ, കുറ്റ്യാടി പുഴ, മയ്യഴി, തലശ്ശേരി പുഴ, അഞ്ചരക്കണ്ടി പുഴ, വളപ്പട്ടണം പുഴ, കുപ്പം പുഴ, രാമപുരം നദി, പെരുവമ്പപ്പുഴ, കവ്വായി പുഴ, കാര്യങ്കോട് പുഴ അഥവാ തേജസ്വിനി, നീലേശ്വരം പുഴ, ചിത്താരി പുഴ, ചന്ദ്രഗിരി പുഴ, മെഗ്രാൽ, ഷിറിയപ്പുഴ, ഉപ്പള, മഞ്ചേശ്വരം പുഴ. ഇതൊക്കെയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. ഒന്ന് വേഗം പറഞ്ഞു എന്നേ ഉള്ളൂ. കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 ഉള്ളൂ: കബനി, ഭവാനി, പാമ്പാർ. നേരത്തെ കേട്ടത് പമ്പയാറാണ്. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പയാർ. പക്ഷേ ഇപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ കാര്യത്തിൽ പറഞ്ഞത് പാമ്പാറാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. പമ്പയാറും പാമ്പാറും മാറിപ്പോവാതിരിക്കുക. ഇനി നമുക്ക് കേരളത്തിലെ കടൽ തീരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 580 കിലോമീറ്റർ നീളത്തിൽ കടൽ തീരമുണ്ട്. അതിൽ 14 ജില്ലകളിൽ 9ഉം കടൽ സാമീപ്യമുള്ളവയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 14 ജില്ലകളിൽ 9 ജില്ലകളിൽ കടൽ സാമീപ്യമുണ്ട്. ബാക്കി 5 ജില്ലകളിൽ കടലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രശസ്തമായ കോവളം, അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം. അതൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമായ വിഴിഞ്ഞം, അതൊരു ചോദ്യമാണ്. ഭാരതത്തിലെ അപ്പോൾ ഇതൊക്കെ കേരളത്തിലാണുള്ളത്. അതായത് കോവളം, അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമായിട്ടുള്ള വിഴിഞ്ഞം, ഇതൊക്കെ കേരളത്തിലാണുള്ളത്. ഭാരതത്തിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നാണ് കൊച്ചി. ഇതുകൂടാതെ നിരവധി കടൽ തീരങ്ങൾ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമാണ് മത്സ്യസമ്പത്ത്. കാരണം നമുക്ക് നല്ല വൈഡായിട്ടുള്ളൊരു കടൽ തീരമുള്ളത് കൊണ്ട് തന്നെ, 580 കിലോമീറ്റർ നീളത്തിലുള്ള കടൽ തീരമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധാരാളം മത്സ്യസമ്പത്തുണ്ട്. ധാരാളം മത്സ്യങ്ങൾ കേരളത്തിൽ നിന്ന് കയറ്റി അയക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കടലിനെക്കുറിച്ചും നദികളെക്കുറിച്ചും കായലുകളെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ് നമുക്ക് മണ്ണിനങ്ങളിലേക്ക് പോവാം. കേരളത്തിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തേരിമണ്ണ്, ലാറ്ററൈറ്റ്, എക്കൽ മണ്ണ്, ചെളിമണ്ണ്, ഉപ്പുമണ്ണ്, പരുത്തിക്കരി മണ്ണ്, കാട്ടുമണ്ണ്. ഈ പരുത്തിക്കരി മണ്ണിന് കറുത്ത പരുത്തിമണ്ണ് എന്നും പറയാറുണ്ട്. അപ്പോൾ കേരളത്തിലെ മണ്ണിനങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം ബുക്കിൻ്റെ പിറകുവശത്തായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന മണ്ണിനങ്ങളെക്കുറിച്ചെല്ലാം ഒരു സാമാന്യ ധാരണ ഉണ്ടായിരിക്കുക. ഇനി ധാതു സമ്പത്ത് നോക്കാം. കേരളത്തിലെ ധാതുക്കൾ ഏതൊക്കെയാണ്? ധാതുക്കൾ എന്ന് വെച്ചാൽ മിനറൽസ്. നമ്മൾ ലോഹങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അപൂർവ ലോഹങ്ങൾ അടങ്ങിയ കരിമണൽ കേരളത്തിലെ തീരത്ത് ധാരാളമായിട്ടുണ്ട്. കേരളത്തിൽ സാർവത്രികമായി കാണപ്പെടുന്ന മറ്റൊരു ശിലാസമ്പത്താണ് ലാറ്ററൈറ്റ് അഥവാ ചെങ്കല്ല്. ചെങ്കല്ല് കൊണ്ട് വീട് പണിയുന്നു, ചെങ്കല്ല് കൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ചെങ്കല്ല് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ സാർവത്രികമായി കാണപ്പെടുന്ന ഒരു ശിലാസമ്പത്ത് തന്നെയാണ്. നമ്മുടെ ഒരു നല്ലൊരു ശിലാസമ്പത്താണ് ചെങ്കല്ല് അഥവാ ലാറ്ററൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പണ്ട് കാലം അല്ലെങ്കിൽ പ്രാചീന കാലം മുതൽക്ക് തന്നെ വീട് പണിയാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെങ്കല്ല് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവയാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈൽ, സിർക്കോൺ, സിൽമനൈറ്റ്, തോറിയം, ടൈറ്റാനിയം അങ്ങനെയുള്ള അതേപോലെ ബോക്സൈറ്റ്, മാഗ്നറ്റൈറ്റ് തുടങ്ങിയ അയിരുകൾ ധാരാളമായി നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. ധാതു സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനായി കേരളത്തിൽ ട്രാവൻകൂർ ടൈറ്റാനിയം, ഇന്ത്യൻ റെയർ എർത്ത്സ്, അതേപോലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്നീ വ്യവസായങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലുള്ള വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ധാതു സമ്പത്ത് കൈകാര്യം ചെയ്യാനായിട്ട് ട്രാവൻകൂർ ടൈറ്റാനിയം, ഇന്ത്യൻ റെയർ എർത്ത്സ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, ഇതൊക്കെയാണ് നമ്മുടെ ധാതു സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വ്യവസായങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ പറഞ്ഞിട്ടുള്ള ചില മണ്ണുകളെ കുറിച്ചിട്ടൊക്കെ നോക്കാം. അതായത് കരിമണ്ണ്, അതേപോലെ ഇൽമനൈറ്റ്, ലിഗ്നൈറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ നിന്നൊക്കെ നമുക്ക് വൺ വേർഡ് പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ മണ്ണിനങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞു മണ്ണിനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, അതിനെക്കുറിച്ചിട്ടൊക്കെ കുറിപ്പ് തയ്യാറാക്കാനൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ മണ്ണിനങ്ങളെക്കുറിച്ചിട്ട് ഒരു സാമാന്യ ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ധാതു സമ്പത്തിലേക്ക് വരുമ്പോൾ ചെങ്കൽ എന്ന് പറയുന്നത് കേരളത്തിലെ ലാറ്ററൈറ്റിൻ്റെ
അതായത് മലയാള നാമമാണ് ഈ ചെങ്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ലാറ്ററൈറ്റ്, ചെങ്കല്ല്, അങ്ങനെ. അപ്പോൾ അത് കേരളത്തിൽ സാർവത്രികമായി കാണപ്പെടുന്നതാണ്. ഒപ്പം തന്നെ ഇൽമനൈറ്റ്, മോണോസൈറ്റ്, സിലിക്കോൺ, സിൽമനൈറ്റ്, റൂട്ടൈൽ, തോറിയം, ടൈറ്റാനിയം, ബോക്സൈറ്റ്, മാഗ്നറ്റൈറ്റ്, അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ലിഗ്നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അയിരും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അയിരുകൾ എന്ന് പറയുന്നത്.